ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു LCHF റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സാലഡാണ്. നോൺ വെജിറ്റേറിയൻ സാലഡാണ്. മീൻ ഉപയോഗിച്ച് തയ്യാറാക്കിയ സാലഡാണ്. ഫിഷ് സാലഡ് വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത്. ഞാനിവിടെ സാൽമൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ സാലഡിന് വേണ്ടി. അതിന്റെ കൂടെ മിക്സഡ് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. അധികം സ്പൈസസ് ഒന്നും ചേർക്കാതെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ് ഫിഷിനെ. അതിന്റെ കൂടെ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസിനെ സാലഡ് ഡ്രസ്സിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. LCHF അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഈ സാലഡ്. നല്ലൊരു ഡിന്നറായോ ലഞ്ചായോ എല്ലാം നമുക്കിതിനെ സെർവ് ചെയ്യാം. വളരെ വളരെ ഈസിയായി നമുക്ക് എങ്ങനെ ഈ ഫിഷ് സാലഡ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം മീനിനെ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 കിലോ സാൽമൺ എടുത്തിട്ടുണ്ട്. സാൽമണിനെ കുറച്ച് വലിയ പീസായി തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഈ സാൽമണിനെ വേണമെങ്കിൽ ചെറിയ പീസുകളാക്കിയും മുറിച്ചെടുക്കാം. അതിനുശേഷം സാലഡിൽ മിക്സ് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത സാൽമണിനെ കൈ ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചോ ചെറിയ ചെറിയ പീസുകളാക്കിയതിനു ശേഷം സാലഡിൽ മിക്സ് ചെയ്തെടുത്താലും മതി. നമുക്ക് ആദ്യം ഈ മീനിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തെടുക്കാം. ഇനി 1 ടീസ്പൂൺ ക്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കി എടുക്കുകയോ ചെയ്ത വെളുത്തുള്ളി എടുക്കാം. അടുത്തതായി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം. നന്നായി നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം സാൽമണിൽ തേച്ച് പിടിപ്പിക്കണം. നമ്മൾ സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്താണ് മീനിനെ മാരിനേറ്റ് ചെയ്തെടുക്കാറ്. എന്നാൽ ഈ ഫിഷ് സാലഡിലോട്ട് മീനിനെ ഇതുപോലെയാണ് മാരിനേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനിനെ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം വേണം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതെല്ലാം മീനിലൊന്ന് പിടിക്കട്ടെ. അങ്ങനെയെങ്കിൽ മീൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് കൂടെ റെഡിയാക്കി വെക്കാം. ഇവിടെ ഞാൻ മിക്സഡ് വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി ഞാൻ 2 ലീവ്സ് ക്യാബേജ് എടുത്തിട്ടുണ്ട്, 1 വലിയ തക്കാളി, 1 കപ്പ് കോളിഫ്ലവർ, 3-4 ചെറിയ കുക്കുംബർ, സാലഡ് കുക്കുംബർ ആണിത്, 1 സ്റ്റിക്ക് സെലറി, 2 ലെറ്റൂസ് ലീവ്സ് ഇവയും എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം നന്നായി കഴുകി വെക്കാം. അടുത്തതായി കോളിഫ്ലവറിനെ ഞാൻ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ കോളിഫ്ലവറിനെ നമുക്ക് ചൂടുവെള്ളത്തിലോട്ട് മാറ്റാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വേണം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാൻ. ഇതിനെ അടച്ചു വെക്കാം. കോളിഫ്ലവറിൽ വേംസ് എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വേംസിനെ എല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടിയും കോളിഫ്ലവർ ചെറുതായിട്ട് കുക്കായി വരുന്നതിന് വേണ്ടിയാണ് ഇതിനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് മീനിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഈ സാൽമൺ ഫ്രൈ ചെയ്യാൻ ഒരുപാട് എണ്ണ ഒഴിക്കരുത്. സാൽമണിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. പാനിലോട്ട് മാറ്റാം. ഞാൻ ഇവിടെ കുറച്ച് വലിയ പാനാണ് എടുത്തിട്ടുള്ളത്. സാലഡ് കൂടെ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ് വലിയ പാൻ എടുത്തിട്ടുള്ളത്. മീനിന്റെ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിടാം. ഈ സാൽമണിൽ നിന്ന് കുറെ എണ്ണ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ എണ്ണ കളയരുത്. അത്രയും ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഫിഷ് ഓയിൽ. അതുകൊണ്ട് തന്നെ സാൽമണിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള എണ്ണയിലാണ് ഞാൻ കോളിഫ്ലവറിനെയും ക്യാബേജിനെയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. നമ്മുടെ സാൽമൺ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഫിഷ് സാലഡിലോട്ട് സാൽമൺ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. എല്ലാ മീനിലും ഇതുപോലെ എണ്ണ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് വേണം ബാക്കിയുള്ള വെജിറ്റബിൾസിനെ വഴറ്റിയെടുക്കാൻ. നമ്മൾ നേരത്തെ ഒഴിച്ചതിൽ അധികം എണ്ണ ബാക്കി വന്നിട്ടുണ്ട്. ഈ മീനിനെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീനിനെ വേണമെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം സാലഡിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ പാനിലോട്ട് നമുക്ക് 1 ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം. ചെറുതായൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയ്ക്ക് പകരമായി സ്പ്രിംഗ് ഓണിയൻ ചേർത്താലും മതി. അടുത്തതായി ഞാനിവിടെ ചേർത്തിട്ടുള്ളത് സെലറിയാണ്. നമ്മൾ നേരത്തെ എടുത്ത 1 സ്റ്റിക്ക് സെലറിയാണ്. ഈ സെലറി ചെറിയ പീസുകളാക്കി ചോപ്പ് ചെയ്തതിന് ശേഷമാണ് പാനിലോട്ട് ചേർക്കുന്നത്. ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിനെ. ഒരുപാട് കുക്കാവേണ്ട ഒരു ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലോട്ട് ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കണം. ആവശ്യാനുസരണം നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് വേണം വഴറ്റിയെടുക്കാൻ. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് കൂടെ ഇതിലോട്ട് ചേർക്കാം. ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇതൊന്നും ഓവർ കുക്ക് ആകരുത്,
ലൈറ്റ് ആയിട്ടൊന്ന് കുക്കായി വന്നാൽ മാത്രം മതി. നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ചേർക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും ഫ്ലേവറിനനുസരിച്ച് മാറ്റി കൊടുക്കാം. ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ ഫിഷിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ചേർത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഒന്ന് വഴറ്റിയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ഇരുന്ന് തണുത്ത് വരട്ടെ. ഇനി സാലഡ് കുക്കുംബർ, തക്കാളി, ലെറ്റൂസ് ഇവയെ ചോപ്പ് ചെയ്ത് വെക്കണം. വഴറ്റിയെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാടൊന്നും കുക്കായിട്ടില്ല, ഒരു ഹാഫ് കുക്കൊക്കെ ആയിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ മുഴുവനായും വേവിച്ചെടുക്കുകയും ചെയ്യാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിനെ എല്ലാം നമുക്ക് ഈ പാനിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് ഡ്രസ്സിങ്ങിന് വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം ഒഴിക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ഫ്രഷ് ആയി എടുത്തിട്ടുള്ള ലെമൺ ജ്യൂസ് ആണിത്. ഇനി 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് ചേർക്കാം. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കണം. ഇതിലോട്ട് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ചേർക്കണം. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ചേർക്കേണ്ടത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ഐറ്റംസിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായി മിക്സ് ചെയ്തെടുക്കാൻ നമുക്കിതിനെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. എന്നാൽ ഇവിടെ നമ്മൾ ഫിഷിന്റെ കൂടെയാണ് ഇതിനെ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നില്ല. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത മീനിനെ ക്രഷ് ചെയ്തതിനു ശേഷം ഇതിലോട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിനെ ഡയറക്റ്റ് തന്നെ സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സാലഡിനെ ഒരു വലിയ പ്ലേറ്റിലോട്ട് എടുക്കാം. 2 പേർക്ക് നന്നായി കഴിക്കാനുള്ള സാലഡ് ഉണ്ട് ഇത്. ഇനി വേണമെങ്കിൽ 3 പേർക്ക് കഴിക്കാം. ഇതിന് മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീനിനെ സ്പ്രെഡ് ചെയ്യാം. ഈ LCHF അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ദിവസം 300 ഗ്രാം വരെ മീൻ ഉപയോഗിക്കാം. ഒരു ദിവസമാണ്, അത് 1-2 പ്രാവശ്യമായി കഴിക്കാവുന്നതാണ്. മീനും ബീഫും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 250 ഗ്രാമേ ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കഴിയുന്നതും 350 ഗ്രാമിൽ ഒതുക്കാനും ശ്രദ്ധിക്കണം. നമ്മുടെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കീറ്റോ ഫ്രണ്ട്ലി ഫിഷ് സാലഡ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ലഞ്ചിനോ ഡിന്നറിനോ എല്ലാം സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വിഭവമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.